ട്രംപിൻ്റെ ഇമിഗ്രേഷൻ പോളിസിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ: അമേരിക്കയിലുള്ള ആരൊക്കെയാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരിക? അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ ആളുകളെ ഇത് ബാധിക്കുമോ? ഇവയൊക്കെയാണ്. ഇപ്പോൾ ലോകത്താകമാനമുള്ള പത്രവാർത്തകളിൽ ധാരാളം ഇടം പിടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഇമിഗ്രേഷൻ പോളിസി അഥവാ എക്സ്പെഡൈറ്റഡ് റിമൂവൽ. ഇത് ലോകമെമ്പാടുമുള്ള അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെയും ഒപ്പം അമേരിക്കയിലേക്ക് കുടിയേറിയവരെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ ഇമിഗ്രേഷൻ പോളിസി അഥവാ എക്സ്പെഡൈറ്റഡ് റിമൂവൽ? ഇമിഗ്രേഷൻ ലോ എന്ന് പറയുന്നത് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ആളുകൾ നിയമപരമായിട്ടാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണോ പോകുന്നത് എന്ന് നിരീക്ഷിക്കുകയും നിയമവിരുദ്ധമായി പോകുന്നതെങ്കിൽ അവരുടെ മേൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിയമ സംവിധാനമാണ് ഇമിഗ്രേഷൻ ലോ. ചുരുക്കി പറഞ്ഞാൽ, അമേരിക്കയിലേക്ക് പോകുന്നവരെല്ലാം നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ഒപ്പം നിയമവിരുദ്ധമായി പോകുന്നവരെ രാജ്യത്തു നിന്ന് പുറത്താക്കാൻ അധികാരവുമുള്ള ഒരു നിയമ സംവിധാനമാണ് ഇമിഗ്രേഷൻ. ഇനി നമുക്ക് ട്രംപിൻ്റെ ഇമിഗ്രേഷൻ പോളിസിയിലേക്ക് മടങ്ങി വരാം. 2017 ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ബാരക് ഒബാമയുടെ തണുപ്പൻ കുടിയേറ്റ നയത്തെ തള്ളിക്കളഞ്ഞ് വളരെ കർക്കശ നിലപാടുകളുമായിട്ടാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ട്രംപ് അധികാരത്തിൽ വന്നയുടൻ ആദ്യം ചെയ്തത് നിയമവിരുദ്ധമായി അമേരിക്കയിൽ കുടിയേറിയ എല്ലാ കുടിയേറ്റക്കാരുടെയും രേഖകൾ പരിശോധിച്ച് നിയമവിരുദ്ധമായി താമസിക്കുന്ന എല്ലാവരെയും സ്വന്തം രാജ്യത്തേക്ക് പറഞ്ഞു വിടുക എന്നതാണ്. അതിനുവേണ്ടി ICE എന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ ചട്ടം കെട്ടി. ICE എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്.